ശക്തി അമ്മേ നാരായണി. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വിശേഷ തൊടുകുറിയാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചോദ്യം, ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു വിഷമം മനസ്സിൽ വെച്ച് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന 2 ചിത്രങ്ങളിൽ നിങ്ങളുടെ മനസ്സ് കൂടുതൽ ആകർഷിക്കുന്ന ഒരു ചിത്രം തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് കണ്ണുകളൊന്നടച്ച് നിങ്ങളുടെ ഇഷ്ടദേവിയെ അല്ലെങ്കിൽ ദേവനെ മനസ്സിൽ ധ്യാനിക്കൂ. ശേഷം മനസ്സ് പറയുന്ന ചിത്രം തിരഞ്ഞെടുക്കൂ. ഒന്നാമത്തെ ചിത്രമോ രണ്ടാമത്തെ ചിത്രമോ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത ഊർജവുമായി ബന്ധപ്പെട്ട ഒരു സൂചനയായിരിക്കാം. ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് നിങ്ങളുടെ മനസ്സ് വളരെ നന്മയുള്ളതും സ്നേഹപൂർണവുമാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങളുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ അടക്കി പിടിച്ചിരിക്കുകയാണ്. പുറത്തെല്ലാവരോടും ചിരിച്ച് സംസാരിച്ചാലും അകത്ത് ചില വിഷമങ്ങളും ചില ആശങ്കകളും ചില പൂർത്തിയാകാത്ത ആഗ്രഹങ്ങളും നിങ്ങളെ അലട്ടുന്നുണ്ട്. ഈ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് ദേവി പറയുന്നത് എന്തെന്നാൽ, ഈ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ സമയം അടുത്തിരിക്കുന്നു. ഇപ്പോൾ മുടങ്ങിക്കിടന്ന ചില കാര്യങ്ങൾ പതിയെ മുന്നോട്ട് പോകും. പ്രത്യേകിച്ച് നിങ്ങൾ ഏറെ നാളായി കാത്തിരിക്കുന്ന ഒരു കാര്യം. അത് ജോലി സംബന്ധമായിരിക്കാം, കുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കാം, സാമ്പത്തികവുമായി ബന്ധപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ മനസ്സിലെ ഒരു വലിയ ആഗ്രഹമായിരിക്കാം. അതിലൊരു നല്ല പോസിറ്റീവായിട്ടുള്ള ഫലം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ പലപ്പോഴും എല്ലാവർക്കും വേണ്ടി ഓടുന്ന ഒരാളാണ്. എല്ലാവരുടെയും സന്തോഷം നോക്കും, എല്ലാവർക്കും സഹായം ചെയ്യും. പക്ഷേ സ്വന്തം മനസ്സിൻ്റെ ക്ഷീണം പലപ്പോഴും ആരോടും പറയാതെ ഒറ്റയ്ക്ക് സഹിക്കും. നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ച ഒരു സംഭവം അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ടാകാം. ആരെങ്കിലും പറഞ്ഞ ഒരു വാക്ക്, വിശ്വസിച്ച ഒരാളിൽ നിന്നുള്ള ഒരു നിരാശ, അല്ലെങ്കിൽ സംഭവിക്കുമെന്ന് കരുതിയ ഒരു കാര്യം നടക്കാതെ പോയത്. ഇതൊക്കെ നിങ്ങളെ മാനസികമായി അലട്ടിയിരിക്കാം. ഇത് നിങ്ങളുടെ അവസാന തോൽവിയല്ല, മറിച്ച് പുതിയ തുടക്കത്തിനുള്ള ഒരു തയ്യാറെടുപ്പാണ്. ധനകാര്യങ്ങളിൽ ചെറിയ ജാഗ്രത വേണം. പണം വരും, പക്ഷേ വരുന്നത് പോലെ ചില അനാവശ്യ ചെലവുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ ദിവസങ്ങളിൽ ഒരു പ്ലാൻ വെച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. ആരോടും എല്ലാം തുറന്നു പറയാതെ സ്വന്തം കാര്യങ്ങളിൽ കുറച്ച് സ്വകാര്യത പാലിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. സ്നേഹബന്ധങ്ങളിലോ കുടുംബ ബന്ധങ്ങളിലോ ഒരു ചെറിയ അകലം തോന്നുന്നുണ്ടെങ്കിൽ അത് ഉടൻ മാറാൻ സാധ്യതയുണ്ട്. ഒരു ഫോൺ കോൾ, ഒരു സന്ദേശം, ഒരു കൂടിക്കാഴ്ച, ഇതൊക്കെയിലൂടെ മനസ്സിലുണ്ടായിരുന്ന ഭാരമൊന്ന് കുറയാം. ദേവിയുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പമുണ്ട്. ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ദേവിക്കൊരു വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കുക. നല്ല ഫലം നിങ്ങൾക്ക് കാണാം. ഈ ചിത്രം തിരഞ്ഞെടുത്തവർക്കുള്ള മൊത്തമായ സന്ദേശം: തടസ്സങ്ങൾ മാറുന്ന സമയം തുടങ്ങി. മനസമാധാനവും ചെറിയൊരു ഭാഗ്യവാതിലും തുറക്കാൻ പോകുന്നു. അവസരം വന്നാൽ ഭയപ്പെടാതെ സ്വീകരിക്കൂ. നിങ്ങൾക്കായി നല്ലത് വരട്ടെ. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് നിങ്ങൾ വളരെ ശക്തമായ മനസ്സുള്ള ഒരാളാണ്. പുറത്ത് കാണുമ്പോൾ വളരെ ധൈര്യമായി തോന്നിയാലും അകത്ത് പല കാര്യങ്ങളും ആഴത്തിൽ ചിന്തിക്കുന്ന സ്വഭാവമുണ്ട്. ഈ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് ലഭിക്കുന്ന സന്ദേശം വളരെ പ്രത്യേകതയുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ആശ്വാസം എത്താനുള്ള സമയം അടുത്തിരിക്കുന്നു. കഴിഞ്ഞ കാലത്ത് നിങ്ങൾ നേരിട്ട ഒരു തടസ്സം, ഒരു താമസം അല്ലെങ്കിൽ ഒരു വിഷമം, അത് പതിയെ മാറിത്തുടങ്ങും. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ആശയക്കുഴപ്പം സ്ഥിരമല്ല. അതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾക്ക് വഴി ഉറപ്പായും ഉണ്ടാകും. നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഒരു വലിയ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം നടക്കുമോ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടാകും. പക്ഷേ ഈ തൊടുകുറി പറയുന്നത് ആ ആഗ്രഹം പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. അതിന് കുറച്ച് സമയമെടുക്കും. പക്ഷേ അതിലേക്കുള്ള വാതിൽ അടഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് സാധാരണയായി ദൈവാനുഗ്രഹം വളരെ കൂടുതലായി കാണുന്നു.
പക്ഷേ ചിലപ്പോൾ കണ്ണീർ, അസൂയ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നെഗറ്റീവ് എനർജി നിങ്ങളെ ഒരുപാട് ബാധിക്കുന്നതായി തോന്നാം. എല്ലാം ശരിയാണെന്ന് തോന്നുന്ന സമയത്ത് പെട്ടെന്ന് ഇവിടെ നിന്നോ ഒരു തടസ്സം, അല്ലെങ്കിൽ കാര്യമില്ലാതെ മനസ്സിലൊരു ഭാരം, വിഷമം, ഇത് നിങ്ങൾക്കുണ്ടാകുന്നുണ്ടെങ്കിൽ ആത്മവിശ്വാസം കുറയ്ക്കേണ്ട. ദേവിയുടെ നാമജപം നിങ്ങളുടെ മനസ്സിനെ ശക്തമാക്കും. വീട്ടിലെ അന്തരീക്ഷത്തിൽ ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഒരു സന്തോഷ വാർത്ത, ഒരു നല്ല തീരുമാനം, അല്ലെങ്കിൽ കുടുംബത്തിൽ ആശ്വാസം തരുന്ന ഒരു സംഭവം ഉണ്ടാകാം. ഒരാൾ നിങ്ങളെ മനസ്സിലാക്കാതെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് ഒരു വ്യക്തത വരും. മുൻപുണ്ടായിരുന്ന മിണ്ടാതിരിക്കലോ അകലം പോലെയോ ഉള്ള അവസ്ഥ കുറയും. ജോലി, പഠനം അല്ലെങ്കിൽ പണം സംബന്ധിച്ച് നിങ്ങളേറെ ആലോചിക്കുന്ന ഒരു കാര്യം അടുത്ത ദിവസങ്ങളിൽ വ്യക്തത നേടും. അവസരം വന്നാൽ അത് മുറുകെ പിടിക്കുക. കാരണം ഈ സമയം നിങ്ങൾക്ക് മറഞ്ഞ ഭാഗ്യം പ്രവർത്തിക്കുന്ന സമയമാണ്. പെട്ടെന്ന് ചെറിയൊരു വരുമാനമുണ്ടാകാം, സഹായം അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഒരു നല്ല വാർത്തയും ഉണ്ടാകാം. എന്നാൽ ഒരു മുന്നറിയിപ്പുമുണ്ട്. നിങ്ങൾ എല്ലാവരെയും വിശ്വസിക്കുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ ഇപ്പോൾ അതിൽ കുറച്ച് ശ്രദ്ധ വേണം. സ്വന്തം പ്ലാനുകൾ, സ്വന്തം ആഗ്രഹങ്ങൾ, സ്വന്തം അടുത്ത നീക്കങ്ങൾ എല്ലാവരോടും പങ്കുവെക്കേണ്ടതില്ല. ചില കാര്യങ്ങൾ നടക്കുന്നതുവരെയെങ്കിലും മിണ്ടാതിരിക്കുക. ദേവിയുടെ പ്രത്യേക അനുഗ്രഹം നേടാൻ വെള്ളിയാഴ്ച ഒരു ചെറിയ നെയ്വിളക്ക് തെളിയിക്കാം, അല്ലെങ്കിൽ അമ്മേ നാരായണി എന്ന് 21 പ്രാവശ്യം ജപിക്കാം. മനസ്സ് വളരെ ശാന്തമാകും. നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യത്തിൽ നല്ല മാറ്റം കാണാൻ തുടങ്ങും. ഈ ചിത്രം തിരഞ്ഞെടുത്തവർക്കുള്ള മൊത്ത സന്ദേശം: വൈകിയെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ നല്ല വഴിയിലേക്ക് തിരിയുന്ന സമയമായി ഇതിനെ കാണാം. ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ വിചാരിക്കുന്നതിലും നല്ലത് ദേവി നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ക്ഷമയോടെ മുന്നോട്ട് പോകുക.